3/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബയെ വളരെ താൽപ്പര്യത്തോടെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ സതോപ്രധാനം ആകുന്നത്. ചോദ്യം: ഏതൊരു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കുമെങ്കിൽ ബുദ്ധിയുടെ കവാടം തുറക്കും? ഉത്തരം: പഠനത്തിന്മേൽ. ഭഗവാൻ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഒരിക്കലും പഠനം മിസ്സാകുവാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നത് വരെയും അമൃതം പാനം ചെയ്യണം. പഠനത്തിൽ അറ്റൻഷൻ നൽകണം. ആബ്സെൻ്റ് ആകരുത്. അവിടെയും എവിടെയും തിരഞ്ഞ് മുരളി തീർച്ചയായും പഠിക്കണം. മുരളിയിൽ ദിവസവും പുതിയ പുതിയ പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ കവാടം തുറക്കും. ഓം ശാന്തി. ശിവഭഗവാൻ ഉവാച സാലിഗ്രാമങ്ങളെ പ്രതി. ഇത് മുഴുവൻ കൽപ്പത്തിലും ഒരേ ഒരു തവണയാണ് ഉണ്ടാകുന്നത്. ഇതും നിങ്ങളാണ് അറിയുന്നത്. മറ്റാർക്കും അറിയുവാൻ സാധിക്കില്ല. മനുഷ്യർ ഈ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും തീർത്തും അറിയുന്നതേയില്ല. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, സ്ഥാപനയിൽ വിഘ്നം വരിക തന്നെ ചെയ്യും. ഇതിനെ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പഴയ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം സ്വാഹ ആകേണ്ടതുണ്ട്. പിന്നെ അതിൽ മമത്വം വയ്ക്കാൻ പാടില്ലാത്തതാണ്. ബാബ വന്ന് പഠിപ്പിക്കുന്നു പുതിയ ലോകത്തിലേക്ക് വേണ്ടി. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതാണ് വിഷ്യസിൻ്റെയും വൈസ്ലെസ്സിൻ്റെയും സംഗമം, വികാരിയുടെയും നിർവികാരിയുടെയും സംഗമം. ഇതിൽ ചേഞ്ച് ആകേണ്ടതുണ്ട്. പുതിയ ലോകത്തെ പറയുന്നത് വൈസ്ലെസ് വേൾഡ് എന്നാണ്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. പോയിന്റ്സ് മനസ്സിലാക്കേണ്ടവയാണ് എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ബാബ രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ, നിങ്ങളെ ഗുഹ്യത്തിലും ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബ ഉള്ളതുവരെയും പഠനം നടക്കുക തന്നെ വേണം. പിന്നെ പഠനവും നിലയ്ക്കും. ഈ കാര്യങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നിങ്ങളിലും നമ്പർ വൈസാണ്. അത് ബാബ്ദാദ തന്നെയാണ് അറിയുന്നത്. എത്ര പേർ വീഴുന്നു, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സദാ എല്ലാവർക്കും പവിത്രമായി കഴിയാൻ സാധിക്കുന്നു എന്നല്ല. പവിത്രമായി ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. മാലയിലെ മുത്തുകൾ തന്നെയാണ് പാസ് വിത്ത് ഓണേഴ്സ് ആകുന്നത്. പിന്നെ പ്രജകളും തയ്യാറാകുന്നു. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിച്ചാലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ടൈം എടുക്കുന്നു. അതും എത്രത്തോളം ബാബയ്ക്ക് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നോ അത്രയും നിങ്ങൾക്ക് പറ്റില്ല. റിപ്പോർട്ടുകളും മറ്റും വരുന്നു. അത് ബാബ മാത്രമാണ് അറിയുന്നത്. ഇന്നയാൾ വികാരത്തിൽ വീണു, ഇത് സംഭവിച്ചു എന്നെല്ലാം പേര് പറയാനാകില്ല. പേര് പറയുകയാണെങ്കിൽ പിന്നെ അവരോട് ആരെങ്കിലും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല. എല്ലാവരും വെറുപ്പിൻ്റെ ദൃഷ്ടിയോടെ നോക്കും. ഹൃദയത്തിൽ നിന്നും ഇറങ്ങും. ചെയ്ത മുഴുവൻ സമ്പാദ്യവും നഷ്ടമാകുന്നു. ആര് തിക്കും തിരക്കും കൊണ്ടുവോ അവർക്കും അറിയാം, ബാബയ്ക്കും അറിയാം. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നു, ഇന്നയാളെ കണ്ടുമുട്ടി, അവർക്ക് വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുത്തു, അവർക്ക് സേവനത്തിൽ സഹായിക്കാൻ സാധിക്കും. എന്നാൽ അതും മുന്നിലുണ്ടായിരിക്കുമ്പോഴല്ലേ? ഗവർണറിനെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു എന്നിരിക്കട്ടെ. എന്നാൽ അദ്ദേഹത്തിന് ആരെയും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ആരെയെങ്കിലും മനസ്സിലാക്കിച്ചാൽ അംഗീകരിക്കുകയില്ല. ആര് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ അവർ തന്നെയായിരിക്കും മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ഇത് മുള്ളുകളുടെ കാടാണ്. ഇതിനെ നമ്മൾ മംഗളകരം ആക്കുന്നു. മംഗളം ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നുവല്ലോ. ഈ ശ്ലോകവും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. മംഗളം ഉണ്ടാകുന്നത് വിഷ്ണുവിൻ്റെ രാജ്യം ആയിരിക്കുമ്പോഴാണ്.
വിഷ്ണുവിൻ്റെ അവതരണവും കാണിക്കുന്നു. ബാബ എല്ലാം കണ്ടിട്ടുണ്ട്, അനുഭവിയാണല്ലോ. എല്ലാ ധർമ്മത്തിലുള്ളവരെയും നല്ല രീതിയിൽ അറിയുന്നു. ബാബ ഏത് ശരീരത്തിൽ വരുമോ ആ ഒന്നിന് പേഴ്സണാലിറ്റിയും ഉണ്ടായിരിക്കണമല്ലോ. അതിനാൽ പറയുന്നു, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇവിടെയുള്ളതിൻ്റെ വളരെയധികം അനുഭവിയാകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. അതും സാധാരണമാണ്. പേഴ്സണാലിറ്റി എന്നതിൻ്റെ അർത്ഥം രാജാവോ രാജകുടുംബത്തിലെ അംഗമോ ആകണം എന്നല്ല. ഇദ്ദേഹത്തിന് ധാരാളം അനുഭവമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രഥത്തിൽ വരുന്നു വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും, ഈ രാജധാനി സ്ഥാപിതമാവുകയാണ്. മാല തയ്യാറാകുന്നു. ഈ രാജധാനി എങ്ങനെ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു? ചിലർ രാജാവും റാണിയും, ചിലർ മറ്റൊന്നും ആകുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തിൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നത്. ഭഗവാൻ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും ആരെങ്കിലും പവിത്രമാകുന്നത് പ്രയാസമാണ്. ഇതും മനസ്സിലാക്കുന്നതിന് സമയം വേണം. എത്ര ശിക്ഷകൾ അനുഭവിക്കുന്നു. ശിക്ഷകൾ അനുഭവിച്ചും പ്രജയാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ വളരെ വളരെ മധുരവുമാകണം. ആർക്കും ദുഃഖം നൽകരുത്. ബാബ വരുന്നത് തന്നെ സർവർക്കും സുഖത്തിൻ്റെ വഴി പറഞ്ഞു തരാനാണ്, ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാനാണ്. അപ്പോൾ പിന്നെ സ്വയം ആർക്കെങ്കിലും എങ്ങനെ ദുഃഖം നൽകും? ഈ എല്ലാ കാര്യങ്ങളും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. പുറത്തുള്ളവർ മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമാണ്. ഏതെല്ലാം ബന്ധുക്കളും മറ്റുമുണ്ടോ അവരിൽ നിന്നെല്ലാം മമത്വം വേർപെടുത്തണം. വീട്ടിൽ കഴിയണം, പക്ഷേ നിമിത്തം മാത്രം. ഇത് ബുദ്ധിയിലുണ്ട്. ഈ മുഴുവൻ ലോകവും ഇല്ലാതാകേണ്ടതുണ്ട്. എന്നാൽ ഈ ചിന്തയും ആർക്കും ഉണ്ടായിരിക്കുന്നില്ല. ആരാണോ അനന്യരായ കുട്ടികൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരും ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പേർ ഫെയിലായി പോവുകയും ചെയ്യുന്നു. മായയുടെ ചുറ്റിക്കറക്കൽ വളരെയധികം നടക്കുന്നു. അതും വളരെ ബലവാനാണ്. എന്നാൽ ഈ കാര്യങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും റിപ്പോർട്ടുകളും മറ്റും എന്തുകൊണ്ട് വരുന്നു? ഇപ്പോൾ ഈ ആൾക്കാരുടെ സ്ഥലമാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഓരോരുത്തർക്കും ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ പറയുന്നു, ഇത് വളരെ നല്ല പ്രസ്ഥാനമാണ്. രാജധാനിയുടെ സ്ഥാപനയുടെ കാര്യങ്ങൾ വളരെ ഗുഹ്യവും ഗോപനീയവുമാണ്. പരിധിയില്ലാത്ത ബാബയെ കുട്ടികൾക്ക് ലഭിച്ചു. അപ്പോൾ എത്ര ഹർഷിതമാകേണ്ടതാണ്. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായ ദേവതയാകുന്നു. അപ്പോൾ നമ്മളിൽ ദൈവിക ഗുണങ്ങളും തീർച്ചയായും വേണം. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. ഇവർ പുതിയ ലോകത്തിൻ്റെ അധികാരികളാണ്. ഇത് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പഠിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബ നോളജ്ഫുള്ളാണ്. ആ ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അമരപുരിയിലേക്ക് അഥവാ ഹെവനിലേക്ക് കൊണ്ടുപോകുന്നതിനായി നമുക്ക് ഈ നോളജ് ലഭിക്കുന്നു. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ രാജ്യം നേടിയോ അവർ തന്നെയായിരിക്കും വരുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാല നമ്പർ അനുസരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ സ്കൂളിലും ആരാണോ നന്നായി പഠിക്കുന്നത് അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നല്ലോ. അത് പരിധിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നത് പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ബാബയുടെ സഹായികളാകുന്നു. അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. വാസ്തവത്തിൽ തനിക്ക് തന്നെയാണ് സഹായം ചെയ്യേണ്ടത്. പവിത്രമാകണം. സദോ പ്രധാനമായിരുന്നു. വീണ്ടും തീർച്ചയായും ആകേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കണം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. ആ ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ആ ഒന്നിനെ വളരെ താല്പര്യത്തോടെ ഓർമ്മിക്കണം. പക്ഷേ മായ വിടുന്നില്ല.
അനേകം പ്രകാരത്തിലുള്ള പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ എഴുതുന്നു. ബാബ, നമുക്ക് മായയുടെ വികൽപ്പം വളരെയധികം വരുന്നു. ബാബ പറയുന്നു, യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ, 5 വികാരങ്ങളുടെ മേൽ ജയം നേടേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ സദോപ്രധാനമാകുന്നു എന്ന് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ബാബ വന്ന് മനസ്സിലാക്കിക്കുകയാണ്. ഭക്തിമാർഗത്തിലുള്ളവർ ആരും തന്നെ അറിയുന്നില്ല. ഇത് പഠനമാണ്. ബാബ പറയുന്നു, നിങ്ങൾ പാവനം എങ്ങനെയാകും? നിങ്ങൾ പാവനമായിരുന്നു, വീണ്ടും ആകേണ്ടതുണ്ട്. ദേവത പാവനമാണല്ലോ. കുട്ടികൾക്കറിയാം, നമ്മൾ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭാവിയിൽ സൂര്യവംശി രാജ്യത്തിൽ വരും. അതിനുവേണ്ടി പുരുഷാർത്ഥവും നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. എല്ലാം മാർക്കിനെ ആശ്രയിച്ചിരിക്കും. യുദ്ധമൈതാനത്തിൽ ഫെയിലാകുന്നതിലൂടെ ചന്ദ്രവംശത്തിലേക്ക് പോകുന്നു. അവർ പിന്നെ യുദ്ധം എന്ന പേര് കേട്ട് അമ്പും വില്ലും മറ്റും നൽകിയിരിക്കുകയാണ്. അമ്പും വില്ലും മറ്റും പ്രയോഗിക്കാൻ തക്കവണ്ണം അവിടെ ബാഹുബലത്തിൻ്റെ യുദ്ധമുണ്ടായിരുന്നുവോ? ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. മുൻപ് അമ്പുകൾ കൊണ്ടുള്ള യുദ്ധം നടക്കുമായിരുന്നു. ഈ സമയം വരെയും അടയാളങ്ങളുണ്ട്. ചിലർ അത് പ്രയോഗിക്കുന്നതിൽ വളരെ സമർത്ഥരാണ്. ഇപ്പോൾ ഈ ജ്ഞാനത്തിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയാം, ശിവ് ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്നിലൂടെ നമ്മൾ ഈ പദവി നേടുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും മമത്വം വേർപെടുത്തണം. ഇതെല്ലാം പഴയതാണ്. പുതിയ ലോകം ഗോൾഡൻ ഏജ്ഡ് ഭാരതമായിരുന്നു. പേര് എത്ര പ്രസിദ്ധമായിരുന്നു. പ്രാചീന യോഗം എപ്പോൾ ആര് പഠിപ്പിച്ചു? ഇതാർക്കും അറിയില്ല, സ്വയം വന്ന് മനസ്സിലാക്കിക്കാത്തത് വരെയും. ഇത് പുതിയ കാര്യമാണ്. കൽപ്പകൽപ്പങ്ങളിൽ എന്ത് നടന്നു വന്നുവോ അത് തന്നെ വീണ്ടും റിപ്പീറ്റാകും. അതിൽ വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ബാബു പറയുന്നു, ഇപ്പോൾ ഈ അന്തിമ ജന്മം പവിത്രമായി കഴിയുന്നതിലൂടെ പിന്നെ 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും അപവിത്രം ആകേണ്ടതില്ല. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. എന്നിട്ടും എല്ലാവരും ഏകരസമായി പഠിക്കുന്നില്ല. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. വരുന്നത് പഠിക്കുവാനാണ്. പിന്നെ അല്പം പഠിച്ച ശേഷം അപ്രത്യക്ഷമാകുന്നു. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർ തൻ്റെ അനുഭവവും കേൾപ്പിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ വന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തത്? ബാബ പറയുന്നു, പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്ത ശേഷം ഒരു തവണയെങ്കിലും പതീതമായെങ്കിൽ സമ്പാദ്യം നഷ്ടപ്പെടും. പിന്നെ അത് ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. ബാബയെ ഓർമ്മിക്കൂ എന്ന് ആരോടും പറയാൻ സാധിക്കില്ല. മുഖ്യമായി വികാരത്തിൻ്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. കുട്ടികളായി നിങ്ങൾക്ക് ഈ പഠനം റെഗുലറായി പഠിക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നിങ്ങൾ സ്റ്റുഡൻ്റാണ്. നിങ്ങളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭഗവാന്റെ സ്റ്റുഡൻ്റാണ്. ഇങ്ങനെയുള്ള ഉയർന്നതിലും ഉയർന്ന പഠനം ഒരു ദിവസം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസമെങ്കിലും മുരളി കേട്ടില്ലെങ്കിൽ പിന്നെ ആബ്സെൻ്റ് ആകുന്നു. നല്ല നല്ല മഹാരഥികൾ പോലും മുരളി മിസ് ചെയ്യുന്നു. അവർ വിചാരിക്കുന്നു, നമ്മൾ എല്ലാം അറിയുന്നുണ്ട്, മുരളി പഠിച്ചില്ലെങ്കിൽ എന്താ? ആബ്സെൻ്റായി പോകും, തോറ്റുപോകും. ബാബ സ്വയം പറയുന്നു, ദിവസവും ഇങ്ങനെയുള്ള നല്ല നല്ല പോയിന്റ്സ് കേൾപ്പിക്കുകയാണ്. അത് വേണ്ട സമയത്ത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വളരെയധികം ഉപയോഗപ്പെടും. കേൾക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യത്തിൽ ഉപയോഗിക്കുക? ജീവിച്ചിരിക്കുന്നത് വരെയും അമൃതപാനം ചെയ്യണം. ശിക്ഷണങ്ങൾ ധാരണ ചെയ്യണം. ഒരിക്കലും ആബ്സെൻ്റ് ആകുവാൻ പാടില്ല. അവിടെയും ഇവിടെയും അന്വേഷിച്ച് ആരിൽ നിന്നെങ്കിലും വാങ്ങിയെങ്കിലും മുരളി പഠിക്കേണ്ടത് ആവശ്യമാണ്. തൻ്റെ ഗർവുണ്ടായിരിക്കരുത്. ഭഗവാനാകുന്ന ബാബ പഠിപ്പിക്കുകയാണ്. അതിൽ ഒരു ദിവസം പോലും മിസ്സാകാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ അഥവാ ആരുടെയെങ്കിലും കവാടം തുറക്കും വിധത്തിലുള്ള പോയിന്റ്സ് വരുന്നു. ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്?
എങ്ങനെയാണ് പാർട്ട് നടക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നതിന് സമയം വേണം. അവസാനം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്നത് മാത്രമായിരിക്കും ഓർമ്മയുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. അവസാന സമയത്തെ അവസ്ഥ ഇതാണ്. ബാബയെ ഓർമ്മിച്ച് പോകേണ്ടതുണ്ട്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. എത്രത്തോളമായി എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇംപ്യൂറായവർക്ക് ബലം തീർച്ചയായും ലഭിക്കുന്നത് കുറവായിരിക്കും. മുഖ്യമായത് അഷ്ടരത്നങ്ങൾ തന്നെയാണ്. അവർ പാസ് വിത്ത് ഓണർ ആകുന്നു. അവർ യാതൊരു ശിക്ഷയും അനുഭവിക്കുന്നില്ല. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. എത്ര ഉയർന്ന പഠനമാണ്! നമുക്ക് ദേവതയാകാൻ സാധിക്കും എന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരിക്കില്ല. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ പദമാപദം ഭാഗ്യശാലി ആകുന്നത്. ഇതിനു മുന്നിൽ ആ തൊഴിലും മറ്റും ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. ഒരു വസ്തുവും ഉപയോഗത്തിൽ വരാൻ പോകുന്നവയല്ല. എന്നിരുന്നാലും ചെയ്യേണ്ടി തന്നെ വരുന്നു. നമ്മൾ ശിവബാബയ്ക്ക് നൽകുന്നു എന്ന ചിന്ത ഒരിക്കലും വരാൻ പാടില്ല. നിങ്ങൾ കോടിപതിയാവുകയാണ്. നൽകുന്നു എന്ന ചിന്ത വന്നുവെങ്കിൽ ശക്തി കുറഞ്ഞു പോകുന്നു. മനുഷ്യൻ ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യുന്നു നേടുന്നതിനു വേണ്ടി. അത് നൽകലേ അല്ല, ഭഗവാൻ ദാതാവാണല്ലോ. അടുത്ത ജന്മത്തിൽ എത്രയോ നൽകുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഭക്തിമാർഗത്തിൽ അല്പകാലത്തെ സുഖമാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജീവിച്ചിരിക്കുന്നത് വരെയും അമൃത് പാനം ചെയ്യണം. ശിക്ഷണങ്ങൾ ധാരണ ചെയ്യണം. ഭഗവാൻ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്യരുത്. കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിനായി നിമിത്തമാത്രം വീട്ടിൽ കഴിഞ്ഞുകൊണ്ടും കാര്യവ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടും ഒരു പിതാവിൻ്റെ ഓർമ്മയിൽ ഇരിക്കണം. വരദാനം: പ്രസന്നതയുടെ ആത്മീയ പേഴ്സണാലിറ്റിയിലൂടെ സർവരെയും അധികാരിയാക്കുന്ന മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യരായി ഭവിക്കട്ടെ. ആരാണോ സർവരുടെയും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടുന്നത് അവർ സദാ പ്രസന്നമായിരിക്കുന്നു. ഈ പ്രസന്നതയുടെ ആത്മീയ പേഴ്സണാലിറ്റി കാരണം പ്രസിദ്ധരാകുന്നു. അതായത് മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യരാകുന്നു. ശുഭചിന്തകരും പ്രസന്ന ചിത്തരുമായിരിക്കുന്ന ആത്മാക്കളായ താങ്കളിലൂടെ സർവർക്കും സന്തോഷത്തിൻ്റെ, ആശ്രയത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ചിറകുകളുടെ, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നു. ഈ പ്രാപ്തി ചിലരെ അധികാരിയാക്കി മാറ്റുന്നു, ചിലർ ഭക്തരായി മാറുന്നു. സ്ലോഗൻ: ബാബയിൽ നിന്നും വരദാനം പ്രാപ്തമാക്കുന്നതിൻ്റെ സഹജമായ ഉപാധിയാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. ഓം ശാന്തി. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ
മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു. ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। किया चुकाया वो नहीं जाता, तेरा वो प्यार है बाबा जो समझाया नहीं जाता। बरस जा